ഒരു ട്രഡീഷണൽ ബിരിയാണിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പച്ചമുളക് നന്നായി കഴുകിയെടുക്കുക. ഇതിൽ കുറച്ച് വാട്ടർ നമ്മളിങ്ങനെ ഇട്ട് വിടും. അതിനുശേഷം കുറച്ച് ഓയിൽ യൂസ് ചെയ്യാം. മിക്സിയിലിട്ട് നല്ല ക്രീമായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയാണ് ആ ജാറിൽ തന്നെ, അത് കഴുകിയൊന്നും വേണ്ട, ആ ജാറിൽ തന്നെ നമുക്കിടാം. ഇതിൽ കുറച്ച് വെള്ളം, ഇതിൽ നമുക്ക് കുറച്ച് നേരത്തെ പോലെ ഓയിൽ ഒഴിക്കാം. നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നിങ്ങൾ അതെടുക്കാനായിട്ട്. നമുക്കിനി പച്ചമുളക് ഇതേ മെത്തേഡിൽ തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ഏതാണ്ടൊരു 3 കിലോ സവാള ഞാനിവിടെ എടുക്കുന്നുണ്ട് ഒരു ബക്കറ്റിൽ. ചിക്കൻ 5.5 കിലോ ചിക്കനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 5.5 കിലോ വാങ്ങിച്ചാലേ നമുക്കൊരു 3.5-3.25 കിലോ എങ്കിലും ഇത് നമുക്ക് കിട്ടത്തുള്ളൂ, വേസ്റ്റൊക്കെ ചെന്നിട്ട്. ഇപ്പോൾ ഇറച്ചിയിൽ നിന്ന് ചോര കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരെ നമ്മൾ നന്നായിട്ട് വെൽ വാഷ് ചെയ്തെടുക്കണം, നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകി മാറ്റിയ ഇതിനെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈനാക്കാനും വേണം. വൃത്തിയാക്കി എടുത്ത ചിക്കനാണ് ഇത്. നമ്മൾ ഇതിനെ മസാല മിക്സ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റും. ഈ മാഗിയുടെ ചിക്കൻ ക്യൂബ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും കടയിൽ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്കിത് എടുക്കുക. ഞാനിത് കുറച്ച് പൊടിച്ചിടുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു 5 ക്യൂബാണ് ഇപ്പോൾ ഇതിനകത്തിട്ടുള്ളത്. ഇതിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ആദ്യമേ നമുക്ക് മുളക് പൊടിയാണ് വിതറേണ്ടത്. കുറച്ച് വിതറിയാൽ മതി. വളരെ കുറച്ച് രീതിയിൽ മല്ലിപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ മസാല അതും കുറച്ച് ആദ്യം നമ്മൾ ഇതിലോട്ടിടുക. പിന്നെ മഞ്ഞപ്പൊടി അല്പം കൂടുതൽ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ഇഞ്ചി പേസ്റ്റ് കുറച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയും മതിയാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് നന്നായിട്ട് കൈ കൊണ്ടിതിനെ മിക്സ് ചെയ്യാം. ഉപ്പ് നമുക്ക് നോക്കിയിടാം, കാരണം ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കി തന്നെ ഇടണം. എന്നാലും ഉപ്പ് ഞാൻ കുറച്ചുകൂടെ ഇടുന്നുണ്ട്. രണ്ടാമത് നമുക്ക് കറിയിലോട്ട് യൂസ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സാക്കണം. നന്നായിട്ട് മിക്സാക്കി ഇതിനെ ഏതാണ്ട് ഒരു മണിക്കൂർ നന്നായിട്ട് ഇതിനെ മാരിനേഷന് വേണ്ടി വയ്ക്കണം. ഈ കുരു കളഞ്ഞ നാരങ്ങ ഈ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനിൽ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. കിടക്കട്ടാണ് നമ്മൾ ഇത് പൊടിച്ച് വേണം നമുക്ക് ഇതിനകത്തോട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്ക, ഇതൊക്കെ ഇതിനകത്ത് ഗ്രാമ്പു ഒക്കെ ഉണ്ട്. ഇത് പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് പട്ട, പിന്നെ ബേ ലീവ്സ്, പിന്നെ പെരുംജീരകം. ഇത്രയും നമ്മൾ കുറച്ചെടുത്ത് വറുത്താണ് പൊടിച്ചെടുക്കണം. കുറച്ച് കുരുമുളക് കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് വേണം വറുക്കാനായിട്ട്. വിറകടുപ്പിൽ തന്നെയായിരിക്കണം നമ്മളിത് വെക്കേണ്ടത്, എങ്കിൽ മാത്രമേ ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കാരണം ഉപ്പ് വളരെ കുറച്ച് മതി, കാരണം നമ്മൾ ചിക്കൻ നോക്കിയിട്ടാണ് കറിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആദ്യമായിട്ട് ഇട്ടത്. അതിനുശേഷം നമ്മൾ ഇഞ്ചി പേസ്റ്റ്, അതുപോയിട്ട് പച്ചമുളക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിനി എന്ത് ചെയ്യാം, 1 കിലോ തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ഇതിനകത്തോട്ട് ഇടാം. 1 കിലോ തക്കാളിയാണേ. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ദമ്മിലിരുന്നുകൊണ്ട് നന്നായിട്ട് അത് വെന്ത് ക്ലിയർ ആവും. സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ കിട്ടണമെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ചിക്കൻ നല്ല ടേസ്റ്റി ആകത്തുള്ളൂ.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കാൻ പാടുള്ളൂ. മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ ഇടാം. മസാല പൂർണ്ണമായിട്ട് ഇടുന്നില്ല, എന്നാൽ ഹാഫ് പാക്ക് നേരത്തെ ഇട്ടതും പോയിട്ട് നല്ല സൂപ്പറായിട്ട് പൊടിച്ചെടുത്ത മുളക് പൊടിയാണ്. 5 സ്പൂണാണ് ഇട്ടത്. അതിനകത്ത് മല്ലിപ്പൊടി ഇത് 10 സ്പൂൺ ഇടണം. വെള്ളം ചേർക്കരുത്. മസാല എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി പെരുംജീരകം നമുക്ക് ഇതിനകത്തോട്ട് ഊറ്റി കൊടുക്കാം. പൊടിച്ച് വെച്ച ഈ മസാലപ്പൊടി വെള്ളം ഒഴിക്കരുത് ദയവ് ചെയ്ത്, കാരണം ഇതിൽ നിന്ന് ഇപ്പം തന്നെ വെള്ളം ഇറങ്ങും. കാരണം ഈ ബിരിയാണിയുടെ ഹൈലൈറ്റ് തന്നെ ഈ ചിക്കൻ്റെ ഒരു സെറ്റപ്പാണ്. 3 രമ്പയില നമ്മളിപ്പോൾ ഇതിനകത്തിട്ടിട്ടു. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ 2 ക്യൂബ് കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറിയിൽ കൂടെ 2 എണ്ണം മതി. 1/2 മണിക്കൂർ നമ്മൾ വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തുകൂടെ പുതിനയും മല്ലിയും കൂടെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഏതാണ്ട് റെഡിയായി. ഇനി ഇതിനെ അങ്ങനെയും നമ്മൾ മാറ്റി വെക്കാനാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് അടിപൊളിയായിട്ട് ഒരു ചരുവം എടുത്തിട്ടുണ്ട്. ഒരു കിണ്ണം അണ്ടിപ്പരിപ്പും മുന്തിങ്ങി നമ്മൾ അന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളായിട്ട് ഈ സാധനം ഇങ്ങനെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. നമ്മൾ നന്നായിട്ട് ഈ ഉള്ളി ഇത് എങ്ങനെ ഒന്ന് മടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഏലക്കയും ഗ്രാമ്പുമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പട്ട, വയണയില, കുറച്ച് സവാള, വയണയിൽ സവാളയൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ജാതിക്ക ഇട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് കുരുമുളക്, എല്ലാം കുറച്ച് മതി, ഓവറായത്. ബാക്കിയുള്ള ഈ പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഈ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് തക്കാളി, നമ്മളൽപ്പം ഇപ്പം ഇളക്കിയിട്ടുണ്ട്. ഈ കപ്പിന് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളം, അതായത് 3 കപ്പ് വെള്ളം വയ്ക്കുക. 1, 2, 3 കപ്പ് വെള്ളം വെച്ചു. 2 ചിക്കൻ ക്യൂബ് ഇതിനകത്ത് ഇടുക. നമ്മളിതിലോട്ട് നാടൻ തൊണ്ടൻ മുളക് എന്ന് പറയും. നാടൻ മുളക്, നാടൻ പച്ചമുളക് എന്ന് പലയിടത്തും പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ കുറച്ച് ഇട്ടു. ഇനി നമ്മൾ നല്ല നാടൻ രമ്പ ഇല ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 2 ഇല ഇട്ട് കൊടുക്കുക. അതിനായിട്ട് ഉണക്ക നാരങ്ങ 2 എണ്ണം ഇട്ട് കൊടുക്കുക. നമ്മളത് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിതിനകത്ത് അരി ഇട്ട് കൊടുക്കാം. നല്ല കുതിർത്ത് നമ്മൾ തന്നെ കഴുകി ഊറ്റിയെടുത്ത അരിയാണ് നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന പോസ്റ്റ്മാനാണ്. പോസ്റ്റ്മാൻ ഇന്ത്യ ഗേറ്റ്, ഇതൊക്കെയാണ് നല്ല അരി. അത് ഞാൻ ഉപയോഗിച്ചുള്ളത് പോസ്റ്റ്മാനാണ് ബ്രാൻഡ്. നല്ല സൂപ്പർ അരിയാണ് പോസ്റ്റ്മാന്. ബസ്മതി റൈസിൽ പോസ്റ്റ്മാൻ. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മളിപ്പോൾ ഈ ചോറ് ഏതാണ്ട് തീയൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മളിതിനകത്തോട്ട്
നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു, ക്യാരറ്റ് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് പുതിനയും മല്ലയും ഇതിൻ്റെ പുറത്തൂടെ ഒന്നിട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ഇത് ഈ കനലിനടുത്ത് ഇങ്ങനെ മാറ്റുക. എന്നിട്ട് ഈ ചെമ്പുമായിട്ട് നമ്മൾ അകത്തോട്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടൊക്കെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ ഇളക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള മസാല നമ്മളിതിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാൻ പാകത്തിന് സെറ്റ് ചെയ്യാം.